താമരശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി സംഘങ്ങളുടെ ആക്രമണം പുത്തരിയല്ല. 8 മാസം മുൻപ് താമരശ്ശേരി കുടുക്കിൽ ഉമ്മരം പ്രദേശത്ത് ലഹരി സംഘം ഒരു വ്യാപാരിയുടെ കൈപ്പത്തി വെട്ടിമാറ്റിയിരുന്നു. ആ സംഭവമുണ്ടാക്കിയ ജാഗ്രത പ്രദേശത്ത് ലഹരി സംഘങ്ങളുടെ വിളയാട്ടത്തിന് ഒരു പരിധിവരെ കുറവ് വരുത്തി. നവാസു പറയുന്നത് നമുക്കൊന്ന് കേട്ടുവരാം. താമരശ്ശേരിക്കടുത്ത് കുടുക്കിൽ ഉമ്മരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഈ ജംഗ്ഷനിൽ നമുക്കൊരു കട കാണാൻ സാധിക്കും. അതൊരു ചായക്കടയാണ്. ഈ ചായക്കടയിൽ വെച്ച് കഴിഞ്ഞ 8 മാസം മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു. ഒരു ലഹരി സംഘത്തിൻ്റെ ആക്രമണത്തിൽ ഈ ചായക്കടയുടെ ഉടമയായിട്ടുള്ള നവാസിൻ്റെ കൈകൾ മുറിച്ചിരുന്നു, കൈകൾ വെട്ടിയിരുന്നു. അപ്പോൾ നവാസ് നമുക്കൊപ്പം ഉണ്ട്. ഈ പരിസരത്ത് നടക്കുന്ന ഈ ലഹരി കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 8 മാസം മുമ്പുള്ളതാണെങ്കിലും ഓർമ്മകളിൽ അത് ഇന്നലെ നടന്ന പോലെയാണ്. മാത്രമല്ല, ആ ലഹരി സംഘത്തിൻ്റെ അതുപോലുള്ള ലഹരി സംഘങ്ങളുടെ ആക്രമണങ്ങൾ ഈ പരിസരത്ത് ഇപ്പോഴും തുടരുമ്പോൾ നവാസിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇവിടെ വർദ്ധിച്ചു വരുന്ന ഈ ഇത്തരം സംഘങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് കൂടി പറയുകയാണ്. അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അന്ന് ഇവർ ഒരു 6 മാസം മുമ്പ് ഒരാളെ വെട്ടിയോ. അപ്പോൾ ആ പ്രതിയും ഈ വെട്ടുകൊണ്ട് ആളോടെയും ഒരു കല്യാണത്തും കണ്ടുമുട്ടിയപ്പോൾ അവിടെ എന്തോ സംസാരം ഉണ്ടായി, കച്ചറ ഉണ്ടായപ്പോൾ ഞാൻ പിടിച്ചു മാറ്റിയതിൻ്റെ വൈരാഗ്യത്തിന് വൈകുന്നേരം വന്ന് കടയിൽ വന്ന് എന്നെ വെട്ടി. അവർ ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെയാണ്? ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ. നേരത്തെ പരിചയമുള്ളത്? പരിചയമുള്ള ആൾക്കാർ തന്നെ. ഉള്ള ഈ ലഹരി സംഘങ്ങളുടെ ആക്രമണം ഇപ്പോൾ 8 മാസം മുമ്പാണ് സംഭവിച്ചത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഈ പ്രദേശത്ത് അങ്ങനെ വ്യാപകമായിട്ടുണ്ടോ ഇത്? ഇപ്പം കുറച്ച് കുറവുണ്ട്. ഇപ്പം കുറേ ആളൊക്കെ ഇവിടെ കമ്മിറ്റിയും കാര്യവും ശക്തമായപ്പം കുറച്ച് കുറവുണ്ട്. ഇവിടെ മറ്റിടങ്ങളിലേക്ക് മാറിപ്പോയി. അപ്പം ഇവിടെ കുറവുണ്ട് കുറച്ച്. താമരശ്ശേരി പഞ്ചായത്തിന്റെ ഭാഗം തന്നെയാണ്? താമരശ്ശേരി പഞ്ചായത്തില് പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് താമരശ്ശേരിക്ക് തൊട്ടപ്പുറത്ത് പുതുപ്പാടി പഞ്ചായത്ത്. പുതുപ്പാടി പ്രദേശത്തായിട്ട് കുറെ ഈ പറയുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ മറ്റാളുകളൊക്കെ തയ്യാറായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ നവാസിന്റെ സംഭവം ഉണ്ടായ സമയത്ത് എല്ലാവരും തയ്യാറായോ. ഇവിടെ കമ്മിറ്റിയും കാര്യമൊക്കെ ഉണ്ടായി. പ്രതികരണം തുടങ്ങിയപ്പോഴാണ് ഇവർ ഇത് ചെയ്ത്. പ്രതികരണത്തിന്റെ പ്രതികരണത്തോട് അവരുടെ മറുപടി ഈ വെട്ടായിരുന്നു? വെട്ടായിരുന്നു. അവർ എങ്ങനെ സജീവമാണ് അവിടെ? ഇപ്പം ഇവിടെ അങ്ങനെ കാണാനില്ല. ഒരാൾ കാപ്പ ആയിട്ട് വേറെ ഇവിടെ ഉള്ളത്, പിന്നെ 2 ആൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങാടിയിലേക്ക് അങ്ങനെ വരില്ല. അപ്പോൾ ആ രീതിയിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, ഇപ്പം അത്ര ഒരു സാഹചര്യം ഒന്നുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, ഈ താമരശ്ശേരി അടിവാരം ഇങ്ങപ്പുഴ ഭാഗത്ത് ലഹരി മാഫിയയുടെ വിളയാട്ടമാണ്. ഇപ്പോൾ ഗാലക്സിയുടെ ഒരു വാർത്ത നേരത്തെ അഷ്കർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്ലബിൽ കഞ്ചാവ് പിടികൂടിയ ആളുകളെ അവർ ജാമ്യത്തിലിറങ്ങി ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഈ ലഹരി സംഘങ്ങൾ വലിയ കൊട്ടേഷൻ സംഘങ്ങൾ കൂടിയാണല്ലേ? അവർ ഈ ലഹരി പിടിക്കാൻ സഹായിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി അവിടെയുണ്ട്. ആക്രമണ സ്വഭാവവും കാണിക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാരെ ഭയപ്പെടുത്തുന്നുണ്ടോ ഇപ്പോൾ? ഡോക്ടർ അരുൺ, ഈ ഭീഷണിയെ നേരിടുന്ന ഒരു പറ്റം ചെറുപ്പക്കാരാണ് എനിക്കൊപ്പം ഉള്ളത്. അതായത് ഇന്നലെ ഭീഷണി നേരിട്ട യൂത്ത് ലീഗിൻ്റെയും ഇവിടുത്തെ സേവ് പുതുപ്പാടി ഫോറത്തിൻ്റെയും ഒക്കെ ഷംനാദ് ഉണ്ട്. അതുപോലെ വാർഡ് മെമ്പറുണ്ട്. അതുപോലെ DYFIയുടെ പ്രവർത്തനങ്ങൾ ശക്തമാണ്. ഇവിടുത്തെ വ്യാപാര സമൂഹം ഇതിനെ ചെറുത്തോൽപ്പിക്കുന്നവരാണ്. ഇവരുടെ 1-2 വാക്കുകളിലൂടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ ഷംനാദ് കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രതികരിച്ചതാണ്. ആ മാധ്യമങ്ങളിലെ പ്രതികരണം കണ്ട് മിനിയാന്ന് രാത്രി ഷംനാദിനൊരു കോൾ വന്നു. ആ കോളിൽ എന്താ പറഞ്ഞത്? നമ്മളെ താമരശ്ശേരി സഹബാസ് കൊലപാതകവും അതുപോലെ പുതുപ്പാടിയിൽ ഉമ്മയെ കൊന്ന ആഷി കൊലപാതകവും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായി നിലഹരിയുമായ പോരാട്ടത്തിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷിബിലി കൊലപാതകത്തിന് ശേഷം അന്ന് മയ്യത്തൊക്കെ മറവ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോയി ഏകദേശം 2:15 കിടക്കുന്ന സമയത്തായിരുന്നു ഒരു അജ്ഞാത കോള് വരികയും. അപ്പോൾ ഷംനാദല്ലേ, അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ആളെ വൈകിട്ട് അറിയും. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ അതിനെതിരെ ലഹരിക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടാകും. തീർച്ചയായിട്ടും ആ രീതി പോലീസിൽ ഇന്നലെ പരാതി കൊടുത്തു. പിന്നെ പോലീസ് ഇന്നലെ അത് സൈബർ സെല്ലിന് കൊടുത്തിട്ടുണ്ട്. ആളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് നമുക്കൊന്നും കഴിഞ്ഞില്ല. ഇത് ഒരു എന്താ ഒരു വളരെ ആസൂത്രിതമായിട്ടൊരു സംഘടിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിലിപ്പോൾ ഇവിടുത്തെ ഡെന്നി മെമ്പറുണ്ട്. മെമ്പറെ, ഈ ലഹരി സംഘങ്ങളുടെ ഭീഷണി ഇപ്പോൾ ഷംനാദിനുൾപ്പെടെ ഭീഷണിയുണ്ട്, DYFIയുടെ പ്രവർത്തകരുണ്ട്. എങ്ങനെയാണ് ഈ ലഹരി സംഘങ്ങളുടെ ഭീഷണി നമുക്ക് നേരിടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ജനകീയ പ്രതിരോധത്തിലൂടെ അല്ലാണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല. നിയമത്തിന് അതിൻ്റേതായ പഴുതുകളുണ്ട്, അതിൻ്റേതായ ദൗർബല്യങ്ങളും ഇന്ത്യൻ നിയമത്തിലുണ്ട്, പ്രത്യേകിച്ച് ഈ നാർക്കോട്ടിക് മേഖലയിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് അതാത് മേഖലകളിലെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, പൊതുജനം ഉണർന്ന് പ്രവർത്തിച്ച് ജാഗരൂകരായി ഇത്തരം പ്രവർത്തനത്തെ നാട്ടിൽ നിന്നും
തുടച്ചു നീക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പുതുപ്പാടിയാണ്. പുതുപ്പാടിക്ക് ചുരമിറങ്ങി വരികയാണ്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും എല്ലാം വരുന്നത് ഈ താമരശ്ശേരി ചുരം വഴിയാണ് വരുന്നത്. ഇതിൽ 23 കിലോമീറ്ററോളം പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ഈ നാഷണൽ ഹൈവേ കിടക്കുന്നത്. അതിൻ്റെതായ പ്രശ്നം ചുരം ഇറങ്ങി വരുന്നതാണ്. ഇവിടെ ചുരം ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ കൂടിയുണ്ട്. അരുൺ, എങ്ങനെയാണ് ഈ വ്യാപാര സമൂഹം ഇതിനെ ചേർത്ത്? വ്യാപാര സമൂഹം ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ്. കാരണം ഞങ്ങൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ സമയത്തും മറ്റെല്ലാ രീതിയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടിവാരത്ത് തന്നെ ജാഗ്രതാ സമിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ വ്യാപാരി വ്യവസായി, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, ക്ലബ്ബുകൾ, മതസംഘടനകൾ എല്ലാവരും പിന്തുണച്ചാണ്. ആ രീതിയിലുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ഞങ്ങളെ ഈ മെമ്പർമാർ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യാപാര സമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ബഹിഷ്കരിക്കുമെന്നുള്ള ഇവിടുത്തെ വ്യാപാരി സമൂഹം സ്വീകരിച്ചതാണ്. നേരത്തെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഭാരവാഹികൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ട് വരികയാണ്. ആ കൂട്ടായ്മയ്ക്കൊപ്പം നമ്മൾ നിൽക്കുകയാണ്. ഡോക്ടർ അരുൺ.